പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ നമ്മൾ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ ആ യാസീനിലും തൗഹീദ് പറഞ്ഞൊരു മനുഷ്യനോടുള്ള വെറുപ്പ് കൊണ്ട് ആ മനുഷ്യനെ കൊന്നുകളഞ്ഞ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യാസീൻ നമുക്ക് കാണാൻ കഴിയും. ഒരു നാട്ടിലേക്ക് 3 പ്രവാചകന്മാർ വരുന്നു. ആ പ്രവാചകന്മാരും അവരുടെ പ്രതിയോഗികളും അവരുടെ പ്രബോധിതരും കൂടി ശക്തമായ വാഗ്വാദം നടക്കുകയാണ്. ശക്തമായ വാദപ്രതിവാദം നടക്കുന്നു. ഇതിലൊന്നുമില്ലാത്ത ഈ രംഗങ്ങളിലൊന്നുമില്ലാത്തൊരു മനുഷ്യൻ പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഓടി വരികയാണ്. ഖുർആൻ അത് വിവരിച്ചു തരുന്നുണ്ട്. വജാഅ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരു മനുഷ്യൻ ഓടിക്കിതച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, എന്റെ സമുദായമേ, ഈ പ്രവാചകന്മാരിൽ നിങ്ങൾ വിശ്വസിക്കുക, ഈ അമ്പിയാക്കളിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളോട് പ്രതിഫലം ചോദിക്കാത്ത, നിങ്ങളോട് ദുനിയാവ് ചോദിക്കാത്ത ഈ അമ്പിയാക്കളിൽ, ഈ നബിമാരിൽ നിങ്ങൾ വിശ്വസിക്കുക. വമാലിയ ലാ അഅ്ബുദുല്ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ. എനിക്കെങ്ങനെയാണ് എന്നെ സൃഷ്ടിക്കുകയും ഞാൻ ഏവരിലേക്കാണോ മടങ്ങേണ്ടത് അവനെ തന്നെ ആരാധിക്കുകയും എനിക്ക് എങ്ങനെയാണ് ചെയ്യാതിരിക്കുക? അത്തഖിദു മിൻ ദൂനിഹി ആലിഹ യുരിദിനിർ റഹ്മാനു ബിദുർരിൻ ലാ തുഗ്നി അന്നി ശഫാഅതുഹും ശൈഅൻ വലാ യുൻഖിദൂൻ ഇന്നി ഇദൽ ലഫീ ളലാലിൻ മുബീൻ ഇന്നി ആമൻതു ബിറബ്ബികും ഫസ്മഊൻ. സൂറത്ത് യാസീൻ എന്ന് പറഞ്ഞാൽ മരണ വീട്ടിൽ മാത്രം പാരായണം ചെയ്യാനുള്ളതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം മരിച്ചാൽ പാരായണം ചെയ്യാനുള്ളതാണ്. അത് യാസീൻ തൊട്ട് തുർജഊൻ വരെ എത്തുമ്പോ അതിലുള്ള സന്ദേശം എന്താണെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്നില്ല. അതിലെന്താണ് പടച്ചോൻ പറഞ്ഞിട്ടുള്ളതെന്നും മനസ്സിലാവുന്നില്ല. പ്രിയപ്പെട്ടവരെ, വലിയ തൗഹീദിന്റെ വചനങ്ങൾ, വലിയ തൗഹീദിന്റെ ഒരു ചരിത്രം അതിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് എത്ര ആളുകൾക്കറിയാം? അദ്ദേഹം അതാ പറയുകയാണ്, ഇന്നി ആമൻതു ബിറബ്ബികും ഫസ്മഊൻ. ഞാനിതാ നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുക. എന്താണ് ഉണ്ടായത്? വെറുപ്പ് ആളിക്കത്തുകയാണ്. ആ വെറുപ്പിന്റെ കാഠിന്യത കാരണം, ആ വെറുപ്പിന്റെ ആധിക്യം കാരണം ആ മനുഷ്യനെ അവരതാ കൊന്നുകളയുകയാണ്, ഇല്ലായ്മ ചെയ്യുകയാണ്. എന്നാൽ മരിച്ചിട്ട് അല്ലാഹുവിന്റെ അടുത്തേക്ക് എത്തുമ്പോ ആ മനുഷ്യനോട് റബ്ബ് പറയുകയാണ്, ഖീല ദുഖുലിൽ ജന്ന ഖീല ദുഖുലിൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക, നീ സ്വർഗത്തിലേക്ക് കയറിക്കൊള്ളുക. ആ മനുഷ്യൻ എപ്പോഴും പറയുന്നത് എന്താണ്? യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലീ റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ. എന്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നത്, എന്റെ റബ്ബെന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തത് എന്റെ ഉമ്മത്ത് അറിഞ്ഞിരുന്നെങ്കിൽ, എന്റെ സമുദായം അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആ മനുഷ്യനത ആഗ്രഹിച്ചു പോകുകയാണ്. എന്തിനു വേണ്ടിയാണത്? അവരും നിർമാർഗത്തിലാവാൻ, അവരും തൗഹീദിലേക്ക് എത്താൻ. എന്റെ പ്രിയപ്പെട്ടവരെ, തൗഹീദിലേക്ക് വിളിക്കുന്ന ഓരോ മുജാഹിദ് പ്രവർത്തകന്റെയും മനസ്സിന്റെ വികാരം ഇതാണ്. ഔലിയാക്കളിൽ നിന്ന് അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന, ശുഹദാക്കളിൽ നിന്ന് അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന, എണ്ണമറ്റ അവലംബങ്ങളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും ആരാധകന്മാരിൽ നിന്നും ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഓരോ മുജാഹിദ് പ്രവർത്തകന്റെ മനസ്സിലും ദേഷ്യമില്ല, വിദ്വേഷമില്ല, വിരോധമില്ല. മറിച്ച് ഈ കേൾക്കുന്ന ജനങ്ങളെ രക്ഷപ്പെടണമെന്ന് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സാഹിബ് സിജ്നോട് ചോദിച്ചതുപോലെ, യാ സാഹിബൈ സിജ്ൻ അർബാബു മുതഫരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. അല്ലയോ എന്റെ ജയിലിലെ കൂട്ടുകാരെ, വ്യത്യസ്തങ്ങളായ റബ്ബുകളാണോ, വ്യത്യസ്തരായ രക്ഷിതാക്കളാണോ, ഈ പറയുന്ന എണ്ണിയാലൊടുങ്ങാത്ത സിൽസിലകൾ, എണ്ണിയാലൊടുങ്ങാത്ത ചങ്ങലകൾ, എണ്ണിയാലൊടുങ്ങാത്ത ബാബമാര്, ബീവിമാര്, തങ്ങന്മാര്, ജിന്നുമ്മമാര്, ഇവരാണോ നല്ലത്? അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, ഏകനായ സർവാ
സർവാധിപതിയായ ലോകത്തിന്റെ രക്ഷിതാവാണോ വലുത് എന്ന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചതുപോലെയാണ് കേരളക്കരയിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളോട് ചോദിക്കാനുള്ളത്. അർബാബും മുതഫരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. നിങ്ങൾ വിളിക്കുന്ന എണ്ണമറ്റ ഔലിയാക്കളാണോ, അതല്ല രാജാതിരാജനായ ഏകാധിപതിയായ സർവാധിപതിയായ ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവാണോ നല്ലതെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് ക്ഷണിക്കാനുള്ളത് റബ്ബിലേക്കാണ്. അതിനെ കല്ലെറിഞ്ഞാലും കൂക്ക് വിളിച്ചാലും ബഹിഷ്കരിച്ചാലും വിഘടനവാദികൾ എന്ന് പറഞ്ഞാലും വഹാബി എന്ന് പറഞ്ഞ് മുഖത്ത് കാർക്കിച്ചു തുപ്പിയാലും പ്രശ്നമില്ല. ഞങ്ങൾക്ക് വിളിക്കാനുള്ളത് റബ്ബിലേക്ക് മാത്രമാണ്. എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും വഹദാനിയത്ത് സ്വീകരിച്ചതിന്റെ പേരിൽ കൊന്നുകളയുമെന്ന് ഫിർഔൻ പറഞ്ഞപ്പോ ആ മനുഷ്യരുടെ ഒന്നാമത്തെ വിശ്വാസികളുടെ മറുപടി എന്തായിരുന്നു? വമാ തൻഖിമു മിന്നാ ഇല്ലാ അൻ ആമന്നാ ബിആയാതി റബ്ബിനാ ലമ്മാ ജാഅത്നാ. ഞങ്ങൾ ചെയ്ത തെറ്റെന്താണ്? ഞങ്ങളുടെ അപരാധം എന്താണ്? ഞങ്ങളുടെ അബദ്ധം എന്താണ്? ഞങ്ങൾക്ക് കൃത്യമായ വേർതിരിവ് വന്നു കിട്ടിയപ്പോ, ഞങ്ങൾക്ക് കൃത്യമായ ദൃഷ്ടാന്തങ്ങൾ വന്നു കിട്ടിയപ്പോ അതിൽ വിശ്വസിച്ചതല്ലാതെ മറ്റൊരു തെറ്റും ഫിർഔനെ നീ ഞങ്ങളിൽ കാണുന്നില്ലല്ലോ. എന്നിട്ട് അവരതാ കണ്ണുകളും കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. റബ്ബനാ അഫ്രിഖ് അലൈനാ സബ്റാ. ഞങ്ങളിലേക്ക് നീ ക്ഷമയെ ചൊരിഞ്ഞു തരണം റബ്ബേ. വതവഫനാ മുസ്ലിമീൻ. പോലെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയാനുള്ളത് അതാണ്. ഔലിയാക്കൾക്കെതിരല്ല മുജാഹിദുകൾ ഒരിക്കലും. ഔലിയാക്കൾ മിഥ്യമല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കൾ യാഥാർത്ഥ്യമാണ്, ഒരു സംശയവും അതിലില്ല. കറാമത്ത് യാഥാർത്ഥ്യമാണ്, മുഅ്ജിസത്ത് യാഥാർത്ഥ്യമാണ്, അതൊരു സംശയവുമില്ല. അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്താണ് മുഅ്ജിസത്ത് പ്രിയപ്പെട്ടവരെ? ഓരോ സമുദായത്തിലേക്കും പ്രവാചകന്മാരെ കടന്നു വരുമ്പോ ആ സമുദായം ഇത് വന്നത് പ്രവാചകനാണെന്ന് തിരിച്ചറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അമാനുഷികമായ ചില വെളിപാടുകളാണ്. കറാമത്തെ കുറിച്ചും ആയിരക്കണക്കിന് കഥകൾ കേട്ട് സായൂജ്യമടയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു പ്രവാചകന് സ്വന്തം ഇഷ്ടപ്രകാരം മുഅ്ജിസത്ത് വെളിവാക്കാൻ സാധിക്കുമോ? സ്വന്തം ഇഷ്ടപ്രകാരം മുഅ്ജിസത്ത് പ്രകടിപ്പിക്കാൻ ഒരു പ്രവാചകനെ കൊണ്ട് സാധിക്കുമോ? മറുപടി എന്താണ്? പ്രവാചകധ്യാപനത്തിന്റെ മറുപടി എന്താണ്? ഒരിക്കലുമില്ല. പ്രവാചകന്മാർക്ക് മുഅ്ജിസത്ത് ഉണ്ടാകും എന്നത് യാഥാർത്ഥ്യമാണെന്നാൽ ആ മുഅ്ജിസത്ത് അവരുടെ ഇഷ്ടപ്രകാരം മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നീ ഭയപ്പെടരുത്, നീ തന്നെയാണ് ഉന്നതൻ. വഅൽഖി മാ ഫീ യമീനിക തൽഖഫ് മാ സനഉ ഇന്നമാ സനഉ കൈദു സാഹിർ വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ. നിന്റെ വടി നീ ഒന്ന് താഴേക്ക് ഇടുക. ആ വടി ഭീമാകാരമായ പാമ്പായി മാറി ആ കാണുന്ന മായകളെ മുഴുവൻ വിഴുകിക്കളയുന്നതാണ്. അതൊരിക്കലും യാഥാർത്ഥ്യമല്ല. അത് കൺകെട്ട് വിദ്യ മാത്രമാണ്, അത് മായാജാലം മാത്രമാണ്. അതുകൊണ്ട് അവർക്ക് വിജയിക്കാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ആ പറയുന്ന സാഹിര്യങ്ങളുടെ ഇസ്ലാം സ്വീകരണത്തിന് കാരണമായ ആ വലിയ മുഅ്ജിസത്ത് നടക്കാൻ പോകുന്നതിന്റെ തൊട്ട് മുന്നവരെ ഏത് പ്രവാചകനിലൂടെയാണോ ആ മുഅ്ജിസത്ത് വെളിവായത്, ആ പ്രവാചകൻ അത് നടക്കാൻ പോകുകയാണെന്ന് തിരിച്ച് അതിന്റെ അർത്ഥം എന്താണ്? പ്രവാചകന്മാർക്ക് പോലും പിടിക്കപ്പെട്ടു. ഇസ്രായേൽ സന്തതികളുടെ വംശപരമ്പര ഈ ചെങ്കടലിന്റെ തീരത്തിര അവസാനിക്കാൻ പോകുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇസ്രായേലിന്റെ ചരിത്രമില്ല, ഇവിടുന്ന് അങ്ങോട്ട് മൂസായുടെ ചരിത്രമില്ല, ഇവിടുന്ന് അങ്ങോട്ട് ഹാറൂനിന്റെ ചരിത്രമില്ലാതെ സംസാരിക്കുന്ന, മുഅ്ജിസത്തുകളെ കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒരേ ഒരു ചോദ്യം മാത്രമാണ്. അള്ളാഹുവിന്റെ കൽപ്പനയില്ലാതെ, അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ, അള്ളാഹുവിന്റെ ഒത്താശയില്ലാതെ നമ്മൾ പറയുന്ന മറുപടി എന്താണ് പ്രിയപ്പെട്ടവരെ? ഒരിക്കലുമില്ല. ഒന്നല്ല 10,000 തവണ അടിച്ചാലും, ആ വടി കൊണ്ട് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ അടിച്ചാലും കടല് പിളരില്ല, കടലിന്റെ നടുവിൽ വഴി പ്രത്യക്ഷപ്പെടില്ല. തിരമാലകൾ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ വഴിമാറി കൊടുക്കില്ല. പിന്നെ അത് സംഭവിച്ചത് എന്തുകൊണ്ടാണ്? മൂസാ നബിക്ക് ഇഷ്ടമുള്ളപ്പോ വടി കൊണ്ടടിച്ചതല്ല, അള്ളാഹുവിന്റെ കൽപ്പന വരുമ്പോ മാത്രമാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? സമയത്ത് അള്ളാഹു ഉദ്ദേശിക്കുന്ന സ്ഥലത്ത്, അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ മാത്രമേ മുഅ്ജിസത്തുകൾ പോലും വെളിവാകുകയുള്ളൂ. അവിടെയും അവസാനിച്ചില്ലല്ലോ പ്രിയപ്പെട്ടവരെ. സീനാ താഴ്വരയിൽ അള്ളാഹുവിന്റെ ശാപപ്രകാരം 40ഓളം കൊല്ലം
അലഞ്ഞു തിരിയാനുള്ളൊരു വിധി ഈ പറയുന്ന ഇസ്രായേലി സന്തതികൾക്കുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് അവരുടെ കൈകളിലുള്ള വെള്ളം മുഴുവൻ തീരുകയാണ്, ശുദ്ധജലത്തിന്റെ സ്രോതസ് മുഴുവൻ വറ്റിവരളുകയാണ്. ആ സമയത്ത് അവർ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിലേക്ക് പോകുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് കുടിവെള്ളം വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. ആ സമയത്ത് മൂസാ നബി പറഞ്ഞത് എന്താണ്? എന്റെ കയ്യിൽ വടിയുണ്ട്, ഫിറഔനിന്റെ അധികാരത്തെ വിറപ്പിച്ച വടിയാണിത്, അതുപോലെ തന്നെ ചെങ്കടലിനെ പിറത്തിയ വടിയാണിത്. അതുകൊണ്ട് ഈ വടിയുള്ളപ്പോ നിങ്ങൾ എന്തിനാണ് പേടിച്ചതെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു പാറക്ക് കൊണ്ടുപോയി ആ വടി കൊണ്ടടിക്കുകയാണോ ചെയ്തത്? ഒരിക്കലുമല്ല. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം റബ്ബ് കൽപ്പിക്കുകയാണ്, ഫദ്രിബ് അസാകൽ ഹജർ ഫൻഫജറത് മിൻഹു 12 ഐനാ ഖദ് അലിമ കുല്ലു ഉനാസിൻ മശ്റബഹും കുലൂ വശ്റബൂ മിൻ റിസ്ഖില്ലാഹ്. ഒന്നിൽ കൂടുതൽ തവണ പരിശുദ്ധ ഖുർആനിൽ ആവർത്തിക്കപ്പെട്ട ചരിത്രമാണ്. പ്രിയപ്പെട്ടവരെ, ആ പാറയിലേക്ക് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ആ വടി കൊണ്ട് മൂസാ നബി അടിച്ചപ്പോ 12ഓളം നീരുറവകൾ ഓരോ ഗോത്രത്തിനുമായി ആ പാറയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു എന്നാണ് ഈ പറയുന്നവരോട് ചോദിക്കാനുള്ളത്. കള്ളക്കറാമത്തുകളിലൂടെ പാവന ജനങ്ങളുടെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ആളുകളോട് ചോദിക്കാനുള്ളത്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതേ വടി കൊണ്ട് ആയിരക്കണക്കിന് പാറകളിൽ 1000 വട്ടം അടിച്ചാലും ഒരു നീരുറവ പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും അതിൽ നിന്ന് വമിക്കുമോ? ഒരിക്കലുമില്ല. എന്താണ് അതിന്റെ കാരണം? മുഅ്ജിസത്തുകൾ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇഷ്ടപ്രകാരം പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധ്യമല്ല. കറാമത്തിനേക്കാൾ എത്രയോ മുകളിലുള്ളതാണ് മുഅ്ജിസത്ത്. ആ മുഅ്ജിസത്ത് പോലും പ്രിയപ്പെട്ടവരെ പ്രവാചകന്മാരുടെ ഇഷ്ടപ്രകാരം പ്രകടിപ്പിക്കാൻ അവർക്ക് സാധ്യമല്ല. അതിന്റെ താഴെ വരുന്ന കാറ്റഗറിയാണ് എന്തുകൊണ്ട് കറാമത്ത് എന്ന് പറയുന്നത്. കറാമത്ത് യാഥാർത്ഥ്യമാണ്, ഒരു സംശയവും അതിലില്ല. ഭാരതന്മാരായ സ്വഹാബിമാരുടെ ജീവിതത്തിൽ കറാമത്ത് കൃത്യമായി വെളിവായിട്ടുണ്ട്. 2 സ്വഹാബികളതാ രാത്രിയിൽ നടന്നു പോകുകയാണ്. ആ സ്വഹാബികളെ ഒരു വെളിച്ചമത പിന്തുടരുകയാണ്. അവർക്ക് വെളിച്ചം കാണിച്ചുകൊണ്ട് അജ്ഞാതമായ സ്രോതസ്സിൽ നിന്നൊരു വെളിച്ചമത അവരെ അങ്ങനെ പിന്തുടരുന്നു. അവസാനം അവർ 2 വഴികളിലേക്ക് ഭിന്നിച്ചു പോയപ്പോ, 2 വഴികളിലേക്ക് മാറിപ്പോയപ്പോ ഈ വെളിച്ചം 2ആയി പകുച്ചുകൊണ്ട് ഈ 2 സ്വഹാബികളെയും പിന്തുടർന്നു പോയ ഈ 2 സ്വഹാബികൾക്കും അവരുടെ ലക്ഷ്യസ്ഥാനം എത്തുന്ന ഒരു വെളിച്ചം കാണിച്ച സന്ദർഭം ഈ ഹദീസിന്റെ അധ്യാപനങ്ങളിൽ, ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതെന്താണ് പ്രിയപ്പെട്ടവരെ? കറാമത്താണ്. പക്ഷേ ഈ കറാമത്ത് വെളിവാകുമ്പോ ഈ കറാമത്തിന് സാക്ഷിയായ സ്വഹാബികൾക്ക് യഥാർത്ഥത്തിൽ മനസ്സിലായിട്ടില്ല നടന്നുകൊണ്ടിരിക്കുന്നത് കറാമത്താണ്, അള്ളാഹു നൽകുന്ന ബഹുമതിയാണെന്ന് ഈ സ്വഹാബികൾക്ക് മനസ്സിലായിട്ടില്ല. പിറ്റേ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തപ്പോൾ മാത്രമാണ് ഇതല്ല അല്ലാഹ് തങ്ങൾക്ക് നൽകിയ ഒരു കറാമത്താണ്, ഒരു ബഹുമതിയാണെന്ന് അവർക്ക് കൃത്യമായി മനസ്സിലാകുന്നത്. മറ്റൊരു ചരിത്രം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ഒരു സ്വഹാബി അതാ സുന്ദരമായ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വശ്യസുന്ദരമായ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം അങ്ങനെ തുടർന്നു പോന്നപ്പോ പുറത്തുനിന്ന് കുതിരയുടെ ആലയിൽ നിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുന്നു, അജ്ഞാതമായ ശബ്ദങ്ങൾ കേൾക്കുന്നു. അതെന്താണെന്നറിയുന്നതിന് വേണ്ടി ആ സ്വഹാബി വാതിൽ തുറന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അദ്ദേഹം ആകാശത്തേക്ക് നോക്കിയപ്പോ ആകാശത്ത് നിന്ന് വർണ്ണശബളമായ ഒരുപാട് വർണ്ണരാജികളുള്ള ഒരു മേഘമത ആകാശത്ത് നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരികയാണ്. അദ്ദേഹം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ആ മേഘപാളിയത ആകാശത്തേക്ക് തന്നെ തിരിച്ചു പോകുകയാണ്. എന്താണ് സംഭവം എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല, എന്താണ് കണ്ടതെന്നും മനസ്സിലായില്ല. പിറ്റേ ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ വന്നിട്ട് ആ സ്വഹാബി ചോദിച്ചു. ആ സ്വഹാബിയോട് റസൂൽ പറഞ്ഞു കൊടുക്കുകയാണത് മലക്കുകളാണ് അങ്ങയുടെ പരിശുദ്ധ ഖുർആനിന്റെ വശ്യത കേട്ടുകൊണ്ട് എന്ന് റസൂല് പറഞ്ഞു കൊടുത്തപ്പോ മാത്രമാണ് തന്റെ ഖുർആൻ പാരായണത്തെ, തന്റെ തിലാവത്തിനെ അള്ളാഹു ബഹുമാനിച്ചതാണ്, തനിക്ക് ഇത്തരത്തിലുള്ള ഒരു കറാമത്ത് നൽകിയതാണെന്ന് ആ സ്വഹാബിക്ക് മനസ്സിലായത്. പ്രിയപ്പെട്ടവരെ, കറാമത്തുകൾ ഒരുപക്ഷെ മനസ്സിലാവാൻ പോലും സാധ്യതയില്ല എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറയുകയാണ്, അദ്ദേഹത്തെ കുറിച്ച് റസൂൽ പറയുകയാണ്, ഉമറിന്റെ സാന്നിധ്യമുള്ളിടത്ത് നിന്ന് പിശാച് ഓടിപ്പോകും. പിശാചിന്റെയും ഉമറിന്റെയും സാന്നിധ്യം ഒരേ സമയത്ത് ഒരേ സ്ഥലത്തുണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഉമറിന്റെ കറാമത്താണ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്താണ്. അത് പ്രവാചകൻ പറയുന്നത് വരെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയാൻ സാധിച്ചിട്ടില്ല, മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, കറാമത്ത് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതൊരു മനുഷ്യന്റെ ഇഷ്ടപ്രകാരം ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ളതുപോലെ പ്രകടിപ്പിക്കാൻ സാധ്യമല്ല. അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അത് അഹ്ലുസുന്നയുടെ വിശ്വാസത്തിനെതിരാണ്, അത് ഖുർആനിന്റെ അധ്യാപനത്തിനെതിരാണ്, അത് ഈ പറയുന്ന
ഹദീസിന്റെ അധ്യാപനത്തിനെതിരാണ്. അതൊരിക്കലും നിങ്ങൾ കൊള്ളേണ്ടതില്ല, അത് തള്ളേണ്ടതാണ്. അത് വലാലത്തില്ലമായും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഔലിയാക്കളെ നമ്മൾ നിഷേധിക്കാൻ പോകേണ്ടതില്ല. ഞാൻ എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ 2 ആയത്തുകൾ ഓതി വെച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അലാ, നിങ്ങൾ അറിയണേ, ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹുവിന്റെ മിത്രങ്ങൾ. അല്ലാഹുവിന്റെ പറഞ്ഞത് എന്തൊക്കെയാണ് അടയാളങ്ങൾ? ഒന്നാമത്തേത് അല്ലദീന ആമനു, ഈമാനിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തവരാണ്, കൃത്യമായ ഈമാൻ ഉള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, വൃത്തിയില്ലാത്തവരല്ല, മുടി മുറിക്കാത്തവരല്ല, കുളിക്കാത്തവരല്ല, നനക്കാത്തവരല്ല, മുടി ജടകെട്ടുന്നവരല്ല, നഖം മുറിക്കാത്തവരല്ല, അരികത്തുകൂടെ നടന്നു പോകുമ്പോ ദുർഗന്ധം കൊണ്ട് മൂക്ക് പിടിക്കേണ്ടി വരുന്നവരല്ല, നിസ്കരിക്കാത്തവരല്ല, നോമ്പെടുക്കാത്തവരല്ല. ഫർദ് നമസ്കാരത്തെ കുറിച്ച് ചോദിക്കുമ്പോ കയ്യിൽ ഇങ്ങനെ കാബാലയത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നവരല്ല അള്ളാഹുവിന്റെ ഔലിയാക്കൾ. പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മരണത്തിന്റെ ദിവസങ്ങൾ മുമ്പ് വരെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നിട്ടുണ്ട്. 2 ആഴ്ചക്കാലമാണ് പ്രവാചകൻ രോഗിയായി കിടന്നത്, രോഗാവസ്ഥയിൽ കിടന്നത്. ആ 2 ആഴ്ചയിൽ മിക്ക ദിവസത്തിലും, ഭൂരിഭാഗം ദിവസത്തിലും 2 സ്വഹാബിമാരുടെ തോളത്ത് കൈവച്ചുകൊണ്ട്, കാലുകൾ വലിച്ചിഴച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയുടെ മിഹ്റാബിലേക്ക് മുസ്ലിങ്ങൾക്ക് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ ചെയ്തിട്ടുണ്ട്. അത്രത്തോളം വിട്ടുവീഴ്ച പ്രവാചകൻ നമസ്കാരത്തിന്റെ കാര്യത്തിൽ കാണിച്ചിട്ടില്ല. വുദൂ ചെയ്ത് ബോധം കെട്ട് ബോധം വന്നപ്പോ തന്റെ പ്രിയപത്നി ആയിഷയോട് റസൂലുള്ളാഹി ചോദിച്ചത് എന്താണെന്ന് അറിയുമോ? ജനങ്ങളെ ഇശാ നമസ്കരിച്ചോ? ജനങ്ങളെ ഇശാ നമസ്കരിച്ചോ? ആയിഷാ ബിവിയുടെ മറുപടി എന്താണ്? വഹും യന്തദിറൂന, കബരങ്ങയെ കാത്തിരിക്കുകയാണെന്ന് ആയിഷാ ബിവി മറുപടി പറയുകയാണ്. ആവർത്തിച്ച് ബോധം കെട്ട് ഒരു തരത്തിലും തന്റെ കാലുകൾ തനിക്ക് വഴങ്ങില്ല, തന്റെ ശരീരം തനിക്ക് വഴങ്ങില്ല എന്ന പൂർണ്ണ ബോധ്യം വന്നപ്പോ മാത്രമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് നമസ്കരിക്കാൻ തയ്യാറായത്, ജമാഅത്ത് ഒഴിവാക്കാൻ തയ്യാറായത്. എന്നാൽ ഇന്ന് ഔലിയാക്കളായി പഠിപ്പിക്കപ്പെടുന്ന ആളുകൾ, ഔലിയാക്കളായി പരിചയപ്പെടുത്തുന്ന ആളുകൾ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരില്ല, പള്ളി ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആലോചിച്ചു നോക്കുക, ഈ ലോകത്തെ ഏറ്റവും പരിശുദ്ധമായ പടപ്പാരാണ്. മഹത്തായ ഒരു പ്രകൃതത്തിന്റെ ഉടമയാണ് താങ്കളെന്ന് സൃഷ്ടിച്ച തമ്പുരാൻ തന്നെ പറഞ്ഞ ആ ലോകത്തിന്റെ രക്ഷിതാവിന്റെ ദൈവദൂതനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പോലും ഇല്ലാത്ത പ്രത്യേകത ഔലിയാക്കൾക്ക് നൽകുന്നത്. കുളിക്കാത്തവരാണ്, നനക്കാത്തവരാണ്, ഭ്രാന്തന്മാരാണ്, പിച്ചുമ്പേയും പറയുന്നവരാണ്, പച്ചത്തെറി വിളിക്കുന്നവരാണ്, പച്ചയായി ശിർക്ക് ചെയ്യുന്നവരാണ്. കഴിക്കാൻ കയറി കഴിഞ്ഞാൽ അതിന്റെ പൈസ കൊടുക്കാൻ ബഹുവിന്റെ മിത്രങ്ങളായി പരിചയപ്പെടുത്തുന്നതെന്നാൽ യഥാർത്ഥ ഔലിയാക്കൾ ആരാണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? അവർ ഈ രീതിയിലുള്ള ആളുകളല്ല. ഹൃദയത്തിൽ വിശ്വാസം രൂഢമൂലമായവരാണ്, തഖ്വയുള്ളവരാണ്, കൃത്യമായി അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരാണ്, കൃത്യമായി പള്ളിയിൽ എത്തുന്നവരാണ്, ഹഖും ബാത്തിലും നോക്കി സമ്പാദിക്കുന്നവരാണ്, സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നവരാണ്, തഹജ്ജുദ് നമസ്കരിക്കുന്നവരാണ്, അദ്കാറുകൾ കൃത്യമായി പാലിക്കുന്നവരാണ്, പരിശുദ്ധ ഖുർആനുമായി അഭേദ്യമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ്, അല്ലാഹുവിന്റെ ദഅവത്തിന്റെ പ്രബോധനത്തിന്റെ വീതിയിൽ അഹോരാത്രം പരിശ്രമിക്കുന്നവരാണ്. അവരാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ വലിയുകൾ എന്ന് പറയുന്നത്. വലിയുകളായ ആളുകൾ, അല്ലാഹുവിന്റെ മിത്രങ്ങളായ ആളുകൾ, അവർക്ക് അല്ലാഹു നൽകിയ കറാമത്തുകൾ, അവർക്ക് അല്ലാഹു നൽകിയ ബഹുമതികൾ ഒരിക്കലും പേരിനും പെരുമക്കും വേണ്ടി ഉപയോഗിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്ത് ജീവിച്ച ഒരു താബിഈ ഉണ്ടായിരുന്നു. അവരെ സ്വഹാബിമാരെ കണ്ട് ഇസ്ലാം സ്വീകരിച്ചവർക്ക് പറയുന്ന പേരാണ് താബിഈകൾ എന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഒരു താബിഈ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഉവൈസ് എന്നാണ്. അദ്ദേഹത്തിന്റെ ജന്മനാട് യമനാണ്. അദ്ദേഹത്തിന്റെ ഗോത്രം ഖർണ് ഗോത്രമാണ്. അദ്ദേഹത്തിന് പ്രവാചകനെ കണ്ട് ബൈഅത്ത് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ സുഹബത്ത് നേടിയെടുക്കാൻ ഉവൈസുൽ ഖർണിക്ക് സാധിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, എന്താണ് അതിന്റെ കാരണം? അദ്ദേഹത്തിന്റെ ഉമ്മ രോഗിയായിരുന്നു, രോഗാവസ്ഥയിലായിരുന്നു. ആ ഉമ്മയെ പരിചരിക്കേണ്ടത് കാരണം ഉവൈസുൽ ഖർണിക്ക് പ്രവാചകന്റെ അടുത്തേക്ക് വരാനോ അല്ലാഹുവിന്റെ റസൂലിനെ ബൈഅത്ത് ചെയ്യാനോ സാധിച്ചിട്ടില്ല, സുഹബത്ത് സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഉവൈസുൽ ഖർണിയെ കുറിച്ച് തന്റെ സ്വഹാബത്തിന് റസൂലുള്ള കൃത്യമായി മദീനയിലേക്ക് ഉവൈസുൽ ഖർണി
ഖർനി വരികയാണെങ്കിൽ എന്റെ സലാം പറയണേ, എന്റെ അഭിവാദ്യം അർപ്പിക്കണേ. എന്നിട്ട് അദ്ദേഹത്തോട് നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ പറയണേ, നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ കൊണ്ട് ദുആ ചെയ്യിക്കണേ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉവൈസുൽ ഖർനി അല്ലാഹുവിന്റെ പേര് പറഞ്ഞാൽ, ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ആകാശങ്ങളുടെ നാഥൻ ആ ആവശ്യം ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഉവൈസുൽ ഖർനിയുടെ ദുആ അതുപോലെ സ്വീകരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വിയോഗത്തിന് ശേഷം വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ഉവൈസുൽ ഖർനി വന്നില്ല. അവസാനം അദ്ദേഹത്തിന്റെ ഉമ്മയുടെ മരണശേഷം അതാ ഒരു ഉംറ സംഘത്തോടൊപ്പം, ഒരു ഹജ്ജ് സംഘത്തോടൊപ്പമോ ഉംറ സംഘത്തോടൊപ്പമോ ഉവൈസുൽ ഖർനി മദീനയിലേക്ക് മക്കത്തേക്ക് വരികയാണ്. റസൂലിന്റെ ഈ ഒരു ഹദീസ് സ്വപ്നം എന്താണെന്നറിയുമോ? തന്റെ ഉമ്മാന്റെ മരണശേഷം അല്ലാഹുവിന്റെ റസൂലിന്റെ നാടായ മദീനയിൽ ജീവിക്കുക എന്നതാണ്, ആ മദീനയിൽ കാലം കഴിക്കുക എന്നതാണ്. പക്ഷേ ജനങ്ങൾ അമിതമായി നൽകുന്ന ബഹുമാനം കാരണം, ജനങ്ങൾ അമിതമായി നൽകുന്ന ആദരവ് കാരണം, ജനങ്ങൾ അമിതമായി നൽകുന്ന പരിഗണന കാരണം ആ മഹാനായ മനുഷ്യൻ തന്റെ ഗതകാല സ്വപ്നം മാറ്റിവെക്കുകയാണ്, തന്റെ ചിരകാല സ്വപ്നം മാറ്റിവെക്കുകയാണ്. എന്നിട്ട് മദീനയിൽ നിന്ന് അദ്ദേഹം പുറപ്പെടുകയാണ്. എന്തുകൊണ്ടാണെന്നറിയുമോ? ഈ ബഹുമാനം സഹിക്കാൻ കഴിയാഞ്ഞിട്ട്, ഈ ആദരവ് സഹിക്കാൻ കഴിയാഞ്ഞിട്ട്, അള്ളാഹു തനിക്ക് നൽകിയ ഇജാബത്ത് എന്ന് പറയുന്ന കറാമത്ത് കാരണം ജനങ്ങൾ തന്നെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും സഹിക്കാൻ കഴിയാതെ ഉവൈസുൽ ഖർനി മദീനയിൽ നിന്ന് പോവുകയാണ്. എന്നിട്ട് അദ്ദേഹത്തെ കുറിച്ചറിയാത്ത, അദ്ദേഹത്തിന്റെ ഈ പ്രത്യേകതയെ കുറിച്ചറിയാത്ത നാട്ടിലാണ് പിന്നീട് അദ്ദേഹം ജീവിച്ചു മരിക്കുന്നത്. ചരിത്രം നമുക്ക് എങ്ങനെയാണ് പറഞ്ഞു തരുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലും ചില ആളുകളുണ്ട്, ഉള്ളതും ഇല്ലാത്തതുമായ കറാമത്ത് കഥകൾ അവരെ കുറിച്ച് പറയുമ്പോ മൗനമായിട്ട് അതെല്ലാം അംഗീകരിച്ചു കൊടുക്കുകയാണ്, ആസ്വദിക്കുകയാണ്, അനുഭവിക്കുകയാണ്, ആനന്ദിക്കുകയാണ്, അനുഭൂതി എടുക്കുകയാണ്. എത്രത്തോളം പറയാൻ സാധിക്കുമോ അത്രത്തോളം പറയട്ടെ എന്ന നിലപാടാണ് എടുക്കുന്നത്. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ നിലപാട് എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? മദീനയിൽ സൂര്യഗ്രഹണം ഉണ്ടായ സംഭവം നമുക്കറിയാലോ. മദീനയിൽ സൂര്യഗ്രഹണം ഉണ്ടാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്രഹണ നമസ്കാരം നടത്തുകയാണ്. ആ ദിവസം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബ്രാഹിം എന്ന് പറയുന്ന മകൻ മരിച്ചു വീഴുന്നത്. മരണപ്പെടുന്ന അതേ ദിവസം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകിയ പ്രവാചകന്റെ ഹൃദയം ഒരുപാട് വേദനിച്ചൊരു വിരഹമായിരുന്നു അത്. പ്രിയപ്പെട്ടവരെ, ഇത് രണ്ടും ഒത്തു വന്നപ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ മകന്റെ മരണവും സൂര്യഗ്രഹണവും ഒരുമിച്ച് വന്നപ്പോ മദീനയിലെ ജനങ്ങളുടെ വിശ്വാസത്തിനാക്കം കൂടുകയാണ്. അവർക്കൊരാവേശം വരികയാണ്. ആരാണ്? സ്വഹാബിമാരാണ്, സ്വഹാബ വനിതകളാണ്. അവർക്കതാ വിശ്വാസമായ ഒരു ആവേശം വരികയാണ്. എന്നിട്ട് അവർ പറയുകയാണ്, കണ്ടോ, ഞങ്ങളുടെ പ്രവാചകന്റെ മകൻ മരണപ്പെട്ടപ്പോ സൂര്യന് പോലും ഗ്രഹണം സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചില്ല, വിശ്വാസമല്ലേ കൂടട്ടെ, ഈമാനല്ലേ കൂടട്ടെ, എന്റെ അഭിമാനമല്ലേ കൂടട്ടെ എന്ന് പ്രവാചകൻ വിചാരിച്ചില്ല. അനർഹമായ ബഹുമാനവും ആദരവും മുളയിലെ നുള്ളിക്കളയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ദ്രുതഗതിയിൽ മിമ്പറിലേക്ക് കയറിയ പ്രവാചകനതാ ആ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന ശംസ വൽ ഖമറ ആയതൈനി മിൻ ആയാതില്ലാഹ്, നിശ്ചയം സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മരണമോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജനനമോ ആ സൂര്യചന്ദ്രാദികളുടെ ഉദയാസ്തമയങ്ങൾക്കോ ഗ്രഹണാദികൾക്കോ കാരണമാകുകയില്ല എന്ന് പറഞ്ഞ് അന്ധവിശ്വാസത്തിന്റെ മുളച്ചു പൊങ്ങുന്ന നാമ്പുകളെ മുളയിലെ നുള്ളിക്കളയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. തന്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോ എഴുന്നേറ്റിരുന്ന അനുയായികളോട് പ്രവാചകൻ പറഞ്ഞതെന്താണ്? ക്രിസ്ത്യാനികൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയ അമിതമായ ബഹുമാനം നിങ്ങളിലേക്ക് നൽകിക്കൊണ്ട് വഴികേടിലേക്ക് പോകരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനെ കുറിച്ച് പെൺകുട്ടികൾ ഇങ്ങനെ പാട്ടുപാടുകയാണ്. ആ ജീവിതത്തിന്റെ മഹത്വങ്ങൾ പറഞ്ഞ്, ആ ജീവിതത്തിന്റെ ത്യാഗനിർഭരമായ ഇന്നലകൾ പറഞ്ഞ്, ആ ജീവിതത്തിന്റെ സമർപ്പണ ബോധത്തിന്റെ ഉജ്ജ്വലതകൾ പറഞ്ഞുകൊണ്ട് പാട്ടുപാടുകയാണ്. റസൂൽ അത് തടഞ്ഞില്ല. പക്ഷേ ആ കുട്ടികൾ അങ്ങനെ പാടി ഞങ്ങളിലൊരു പ്രവാചകനുണ്ട്, നാളെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് ആ പ്രവാചകനെ കൃത്യമായി അറിയാമെന്ന വാക്കുകൾ ആ പെൺകുട്ടികൾ പാടിയപ്പോ റസൂലുള്ള പറയുകയാണ്, ഇതാണ് അതിന്റെ അതിര്, ഇതിന്റെ പുറത്തേക്ക് പോകരുത്. രഹസ്യങ്ങൾ അറിയുന്നവൻ ലോകത്തിന്റെ രക്ഷിതാവ് മാത്രമാണ്, അള്ളാഹു മാത്രമാണെന്ന് പറഞ്ഞ് ആ പെൺകുട്ടികളെ തിരുത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്.
പ്രിയപ്പെട്ടവരെ, ഈ പ്രവാചകന്റെ ഈ ജീവിതവും ഞാൻ എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഔലിയാക്കളെ കുറിച്ച് പറയുന്ന ഈ കറാമത്ത് കഥകളും നിങ്ങളൊന്ന് തുലനം ചെയ്തു നോക്കുക, നിങ്ങളൊന്ന് താരതമ്യം ചെയ്തു നോക്കുക, നിങ്ങളൊന്ന് തട്ടിച്ചു നോക്കുക. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യത്യാസമാണ്, രാവും പകലും തമ്മിലുള്ള വ്യത്യാസമാണ്. അള്ളാന്റെ റസൂലിനോട് അല്ല പറയാൻ കൽപ്പിക്കുന്നത് എന്താണെന്നറിയുമോ? ഖുൽ നബിയെ പറയുക, നബിയോട് പറയാൻ പറയുകയാണ്. ഖുൽ നബിയെ പറയുക, ലാ അംലികു ലിനഫ്സി നഫഅൻ വലാ ദർറൻ ഇല്ലാ മാ ഷാ അല്ലാഹ്. എന്റെ സ്വന്തത്തിന് പോലും ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ എനിക്ക് സാധ്യമല്ല. എന്റെ സ്വന്തത്തിന് പോലും. ആരാണ് ഈ പറയുന്നത്? അള്ളാഹുവിന്റെ അർശ് വരെ യാത്ര ചെയ്ത, ഏഴാകാശങ്ങൾക്കപ്പുറത്തേക്ക് യാത്ര ചെയ്ത റഈസുൽ മലായിക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പോലും പ്രവേശനമില്ലാത്ത ആകാശലോകത്തിന്റെ സിദ്റത്തുൽ മുൻതഹായുടെ അതിരും കടന്നുകൊണ്ട് റബ്ബിനോട് നേരിട്ട് സംസാരിച്ച ലോകത്തിന്റെ രക്ഷിതാവിന്റെ ദൂതനാണ് പറയുന്നത്, ലാ അംലികു ലിനഫ്സി നഫഅൻ വലീബ്. എനിക്ക് രഹസ്യമറിയാമായിരുന്നെങ്കിൽ, ഈ മഹാപ്രപഞ്ചത്തിന്റെ നിഗൂഢതകൾ എനിക്കറിയാമായിരുന്നെങ്കിൽ, ലസ്തക്സർതു മിനൽ ഖൈർ, ഞാൻ എനിക്ക് വേണ്ടി ഒരുപാട് നന്മകൾ വർദ്ധിപ്പിച്ചേനെ. എന്നൊരു ബുദ്ധിമുട്ടും ബാധിക്കുമായിരുന്നില്ല. ഇൻ അന ഇല്ലാ നദീറും വബശീറുൻ ലിഖൗമി യുഅ്മിനൂൻ. ഞാൻ വിശ്വസിക്കാൻ തയ്യാറാകുന്ന ജനതയ്ക്കുള്ള സുവിശേഷകനും മുന്നറിയിപ്പുകാരനും മാത്രമാണ് ഞാനെന്ന് ലോകത്തിന്റെ രക്ഷിതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പഠിപ്പിക്കുകയാണ്, പറയാൻ കൽപ്പിക്കുകയാണ്. നമ്മളെല്ലാം ഇന്നലെ വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫ് ഉണ്ടല്ലോ, ആ സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്ത് ഏതാണ്? ഖുൽ നബിയെ പറയുക, ഇന്നമാ അന ബശറും മിസ്ലുക്കും. കൽപ്പിച്ചതാണ്. എനിക്കുള്ള പ്രത്യേകത എന്താണ്? യൂഹാ ഇലൈ, എനിക്കിതാ ദിവ്യബോധനം നൽകപ്പെടുകയാണ്. അന്നമാ ഇലാഹുക്കും ഇലാഹു, റബ്ബ് മാത്രമാണ്, ഒരേ ഒരു ഇലാഹു മാത്രമാണെന്ന് ഞാനോട് പറയാൻ മാനുഷികമായ മനുഷ്യന്റെ ഫിത്രത്തിലുള്ളതെല്ലാം ഉണ്ടെന്ന് അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ദുരന്തം എന്താണെന്ന് അറിയുമോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതെല്ലാം യാദൃച്ഛികമായി നടക്കുന്നതാണെന്ന്? ഇന്ന് ലോകത്ത് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും സകല പ്രതിസന്ധികൾക്കും കാരണം അവർ തൗഹീദിൽ നിന്ന് അകന്നുപോയി എന്നതാണ്. അവർ ജിഹാദ് ചെയ്യാൻ തയ്യാറാകാഞ്ഞിട്ടില്ല, അവർ മരിക്കാൻ തയ്യാറാകാഞ്ഞിട്ടില്ല, അവർ ആയുധത്തിന് കോപ്പുകൂട്ടാഞ്ഞിട്ടില്ല. ഈ ലോകത്തിൽ നിന്ന് മമവാക്യം എന്താണെന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മുസ്ലിം ഉമ്മത്തിന്റെ മോചനത്തിന്റെ ഫോർമുല എന്താണെന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വഅദല്ലാഹുൽ ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്. ഈമാനുള്ളവരെ, നിങ്ങൾക്കിതാ ഞാൻ വാക്ക് നൽകുന്നു. അല്ലാഹുവിന്റെ വഅദ, നിങ്ങൾക്കിതാ ഞാൻ വാക്ക് നൽകുന്നു. എന്താണ് എന്റെ വാക്ക്? നിങ്ങൾ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നായി സോർട്ട് ചെയ്ത് ലിസ്റ്റ് ഔട്ട് ചെയ്താണ്. എന്നിട്ട് അതിന്റെ പരിഹാരം അല്ലാഹു പറഞ്ഞിരുന്നു, കൃത്യമായ പരിഹാരം. എന്താ പരിഹാരം പ്രിയപ്പെട്ടവരെ? അല്ലാഹു പറയുന്നു, യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ. നിങ്ങൾ എന്നെ ആരാധിക്കുക, എന്നെ ആരാധിക്കുക, എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത രൂപത്തിൽ നിങ്ങൾ എന്നെ ആരാധിക്കാൻ തുടങ്ങുന്ന ആ നിമിഷം, ആ ദിവസം, ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം കിട്ടുമെന്ന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. പ്രിയപ്പെട്ടവരെ, മുസ്ലിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വാസം ഉണ്ടാവില്ല, മുസ്ലിങ്ങൾ ചിലപ്പോൾ ഈ ആയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അള്ളാന്റെ റസൂൽ എല്ലാം എനിക്ക് കൃത്യമായി അറിയാം. എന്റെ കുട്ടിയുടെ A to Z അറിയുന്ന ഒരാളാണ് വാപ്പ എന്ന് ഞാൻ, ഉമ്മ എന്ന എന്റെ ഭാര്യ. നിങ്ങളൊക്കെ അങ്ങനെയാണ്. അള്ളാഹു പറഞ്ഞത് എന്താണ്? സ്വന്തം മക്കളെ അറിയുന്നത് പോലെ ഈ പ്രവാചകന്റെ പ്രവാചകത്വത്തിന്റെ അടയാളത്തെ കുറിച്ച്, ആ പ്രവാചകത്വത്തിന്റെ സത്യതയെ കുറിച്ച്, ഈ ഗ്രന്ഥത്തിന്റെ സത്യതയെ കുറിച്ച്, ഈ പറയുന്ന അറിഞ്ഞുകൊണ്ട് അവരതാ ചില വസ്തുതകളെ, ചില യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെക്കുകയാണ്. അവർക്കറിയാം ഈ ഖുർആൻ പറയുന്നത് സത്യമാണ്, സത്യമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവാചകത്വം ഏറ്റവും വലിയ സത്യമാണ്, അവർക്ക് കൃത്യമായി അറിയാം. പക്ഷേ അവർ അവരുടെ ചില ഈഗോ കാരണം, അഹങ്കാരം കാരണം മറച്ചു വെക്കുകയാണ്. പ്രിയപ്പെട്ടവരുടെ ഖുർആൻ കൃത്യമായി അവർ വായിച്ചിട്ടുണ്ട്. ഖുർആൻ മുസ്ലിങ്ങൾക്ക് നൽകുന്ന കൃത്യമായ മോചനത്തിന്റെ സമവാക്യങ്ങളെ കുറിച്ച് അവർ
അഗാധ തലത്തിൽ പഠിച്ചിട്ടുണ്ട്, കൃത്യമായി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിനെ ആ മോചനത്തിന്റെ വഴിയിൽ നിന്ന് തടയുക വലിയ ലക്ഷ്യമാണ്. കാരണം എന്താണ് ആ മോചനത്തിലേക്ക്? എന്താണ് മോചനം? എന്താണ് മോചനം? അള്ളാഹു പറഞ്ഞ മോചനം എന്താണ്? യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ. തൗഹീദാണ്, അള്ളാഹുവിലേക്ക് മാത്രം തിരിയുക എന്നതാണ്. ഈ മോചനത്തിലേക്ക് മുസ്ലിം ഉമ്മത്ത് എത്തരുത്. അതിന് ഏറ്റവും നല്ല മാർഗം എന്താണ്? അവർക്ക് മുൻഗാമികളായ സച്ചരിതരായ ജനങ്ങളോടുള്ള ബഹുമാനവും ആദരവും ചൂഷണം ചെയ്യുക എന്നതാണ്. അതിനെ ദുരുപയോഗം ചെയ്യുക എന്നതാണ്. അതിനെ ദുരുപയോഗം ചെയ്ത് അതിനെ തെറ്റായ ദിശയിലേക്ക് തിരിച്ചുവിട്ട് പ്രിയപ്പെട്ടവരെ എന്നിട്ട് ആരാധനയുടെ തലത്തിലേക്ക് അതിനെ എത്തിക്കുക എന്നതാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ സ്വപ്ന കഥകൾ പറയുന്ന, ഖറാമത്ത് കഥകൾ പറയുന്ന, ഈ ഒരു സംഗതിയെ കുറിച്ച് വാദോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, സൂഫിസത്തിന് വൻ പ്രചാരണം നൽകുന്ന, നിങ്ങൾ ആലോചിച്ച് നോക്ക്, എവിടെ നിന്നാണ് ഇവർക്ക് ഫണ്ട്? എവിടെ നിന്നാണ്? ഒരു നാട്ടിൽ ഇത്തരത്തിലുള്ള ആളുകൾ പ്രോഗ്രാമുകൾ വെക്കുമ്പോ ആ പന്തലും അവിടെ കൊടുക്കുന്ന ഭക്ഷണവും നമ്മ മൂക്കത്ത് വിരൽ വെച്ചോ. നമ്മൾ അത്രമാത്രം സെറ്റപ്പിലാണ്, അത്രമാത്രം പ്രൊഫഷണൽ ആയിട്ടാണ് അവർ ഈ പ്രോഗ്രാമുകൾ നടത്തുന്നത്. എവിടെ നിന്ന് അവർക്ക് ഫണ്ട്? ആലോചിച്ചിട്ടുണ്ടോ? ഉമ്മത്തിന്റെ വിശ്വാസത്തെ കാർന്നു തിന്നതിനു വേണ്ടി, ഉമ്മത്തിന്റെ അടിവേരിളക്കുന്നതിന് വേണ്ടി, അടിമണ്ണിളക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള മനുഷ്യരുടെ പിറകിലുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അത് അവർ മുജാഹിദുകളാണെങ്കിലും മുജാഹിദുകളല്ലെങ്കിലും അവരോട് പറയാനുള്ളത്, മുജാഹിദുകൾ ഒരിക്കലും ഔലിയാക്കൾക്കെതിരല്ല, ഒരിക്കലും കറാമത്തിനെതിരല്ല, ഒരിക്കലും മുഅ്ജിസത്തിനെതിരല്ല, ഒരിക്കലും പ്രവാചകന്മാർക്കെതിരല്ല. ഞങ്ങളിൽ നിന്ന് പഠിക്കുക പ്രിയപ്പെട്ടവരെ. ഔലിയാക്കളെ നമ്മൾ ബഹുമാനിക്കേണ്ടത് അവരുടെ പാതകൾ പിൻപറ്റിയിട്ടാണ്. അള്ളാഹുവിന്റെ മിത്രങ്ങളായി ഒരാൾ മാറുക എന്നത് ഭ്രാന്തിലൂടെയോ പിച്ചുമ്പയും പറയുന്നതിലൂടെയോ അതുപോലെ തന്നെ മാനസിക രോഗത്തിലൂടെയോ അല്ല, ഈമാനിലൂടെയും തഖ്വയിലൂടെയും തൗഹീദിലൂടെയുമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. നമ്മുടെ മക്കളെയും നമ്മുടെ അയൽവാസികളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. തൗഹീദ് എന്ന യഥാർത്ഥ പരിഹാര മാർഗത്തിലൂടെ യഥാർത്ഥത്തിലുള്ള പരിഹാരം നേടിയെടുക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله.